ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഫ് ടെസ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ടി ടെസ്റ്റ് ആയിരുന്നു അല്ലേ? സ്മോൾ സാമ്പിൾസിൽ വരുന്ന ടി ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് നോക്കുന്നുണ്ടായിരുന്നത്. ടി ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെ യൂസ് ചെയ്തത്? മീൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോപ്പുലേഷനിൽ അൺനോൺ ആയിട്ട് ഇരിക്കുമ്പോൾ അതെന്തായിരിക്കും എന്നറിയാനും, അതുപോലെ തന്നെ രണ്ട് പോപ്പുലേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും മീൻസ് തമ്മിൽ കമ്പയർ ചെയ്യാനുമാണ് ടി ടെസ്റ്റ് യൂസ് ചെയ്തത്. ശ്രദ്ധിക്കേണ്ടത് സ്മോൾ സാമ്പിളിൻ്റെ കാര്യത്തിലാണ് ഈ ടി ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്തത് ഈ രണ്ട് സിറ്റുവേഷൻസിലും. ഇനി നമുക്ക് രണ്ട് പോപ്പുലേഷൻസിൻ്റെ വാരിയൻസിനെ കമ്പയർ ചെയ്യണം, വാരിയൻസ് ഈക്വൽ ആണോ എന്നുള്ള സിറ്റുവേഷൻ നോക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ടെസ്റ്റിൽ നമുക്ക് എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? വി ഹാവ് ടു കമ്പയർ ടു വാരിയൻസസ് ഓഫ് ടു പോപ്പുലേഷൻസ് ആണ് കമ്പയർ ചെയ്യുന്നത്, അതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ടു പോപ്പുലേഷൻസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന രണ്ട് പോപ്പുലേഷൻസ് നമുക്ക് ആവശ്യമാണ്. അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, എൻ ഓഫ് μ1 σ1ഉം എൻ ഓഫ് μ2 σ2ഉം. ഈ രണ്ടിൽ നിന്നും രണ്ട് സ്മോൾ സാമ്പിൾസ് നമ്മൾ കൺസിഡർ ചെയ്യണം. വിത്ത് n1 സൈസ് ആൻഡ് n2 സൈസ് samples also its sample variance is s1 square and s2 square. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എച്ച് നോട്ട് ആയിട്ട് എഴുതേണ്ടത്. സോ എച്ച് നോട്ട് സച്ച് ദാറ്റ് σ1 സ്ക്വയർ ഇസ് ഈക്വൽ ടു σ2 സ്ക്വയർ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇവിടെ h1 എഴുതുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരൊറ്റ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മാത്രമേ എഫ് ടെസ്റ്റിൽ വരുന്നുള്ളൂ. നമ്മൾ മുന്നേ പഠിച്ച ടി ടെസ്റ്റ് ആയാലും സെറ്റ് ടെസ്റ്റ് ആയാലും അവിടെ രണ്ട് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസുകൾ മൂന്നെണ്ണം വരുന്നുണ്ട്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എഫ് ടെസ്റ്റിൽ നമ്മൾ ഒരൊറ്റ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ചെക്ക് ചെയ്യുന്നുള്ളൂ, അതായത് ഒന്ന് മറ്റൊന്നിനേക്കാൾ ഈക്വൽ ആണോ അല്ലെങ്കിൽ അത് വലുതാണോ എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതായത് ഇവിടെ സാമ്പിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് പിന്നീട് ഇത് എഴുതുമ്പോൾ എഫ് എഴുതുമ്പോൾ പറയാം ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത്. അപ്പോൾ σ1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ σ2 സ്ക്വയർ മാത്രമാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആൽഫയുടെ കേസ് എടുക്കുമ്പോഴും ആൽഫയുടെ വാല്യൂ 0.05ഉം 0.01ഉം മാത്രമേ ഉള്ളൂ, 0.02 നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഈ രണ്ടെണ്ണമാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ എഴുതുന്നു, ഒമേഗ ഈസ് ഈക്വലൻ ടു എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ. ഈ എഫ് ആൽഫ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? നമ്മുടെ എഫ് ടേബിൾ ഉപയോഗിച്ചിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എഫ് ടേബിൾ എന്ന് പറയുന്നത് മറ്റുള്ള സെഡിനും ടീനും വ്യത്യസ്തമായിട്ട് എഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനും ഡിഫറെൻറ്റ് ടേബിൾസ് അവിടെ അവൈലബിൾ ആണ്. അതായത് 0.05 ഒരു ടേബിൾ ഉണ്ട്, 0.01 ഒരു ടേബിൾ ഉണ്ട്. ഈ രണ്ട് ടേബിൾസും വേറെ വേറെയാണ്. അപ്പോൾ ഏതാണ് ആൽഫ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ നോക്കി നമ്മൾ എഫ് ആൽഫ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ എഫ് ആൽഫ ഈസ് ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദ സാമ്പിൾ സൈസ് n1 ആൻഡ് n2. ഓക്കെ, ഇനി നമുക്ക് എഴുതുന്നത് എന്താണ്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? ഇവിടെ എഫ് ടെസ്റ്റ് ആയതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു n1 s1 സ്ക്വയർ ബൈ n1 മൈനസ് 1 ഡിവൈഡഡ് ബൈ n2 s2 സ്ക്വയർ ബൈ n2 മൈനസ് 1. ദിസ് ഈസ് ദ എഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഈ എഫ് ഫോളോ ചെയ്യുന്നത് എന്താണ്? എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 മൈനസ് 1 n2 മൈനസ് 1. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം ആദ്യം എഴുതാൻ, പിന്നെ ഡിനോമിനേറ്ററിൻ്റെ. ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നതും ഡിനോമിനേറ്റർ എന്ന് പറയുന്നതും ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതാണ്. റേഷ്യോ ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് എഫ് ആയിട്ട് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. റേഷ്യോ ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടൊക്കെ വരുന്നത്. അതൊക്കെ അവിടെ ഇങ്ങട്ടെ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എഴുതുമ്പോൾ കുറച്ചൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ രണ്ട് പോപ്പുലേഷൻസ് തന്നു കഴിഞ്ഞാൽ ആരെ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കണം, ആരെ ഡിനോമിനേറ്റർ ആക്കി എടുക്കണം എന്നുള്ളത് അവിടെ കൺഫ്യൂസിങ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ രണ്ട് വാല്യൂസും ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. n1 s1 സ്ക്വയറും അതുപോലെ തന്നെ n2 s2 സ്ക്വയർ ബൈ n2 മൈനസ് 1ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിന് ശേഷം ആരാണോ വലുത് അത് വേണം ന്യൂമറേറ്റർ ആയിട്ട് എടുക്കാൻ. ഫസ്റ്റ് എസ്റ്റിമേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് എസ്റ്റിമേറ്റ് ആയിട്ട് വേണം എടുക്കാൻ.
ഓക്കെ, അപ്പോൾ ആരാണോ ഗ്രേറ്റർ ആയിട്ട് വരുന്നത് അത് വേണം ന്യൂമറേറ്ററിൽ വരാൻ, ചെറുത് വേണം ഡിനോമിനേറ്ററിൽ വരാൻ. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഈ ഒരൊറ്റ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം എഫ് ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ N1 ആരാണ് ആദ്യത്തെ ആൾ, ആരാണ് ഡിനോമിനേറ്റർ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവണം. അതിനുശേഷം വേണം ഈ എഫ് സ്റ്റാറ്റിസ്റ്റിക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ എഫ് ആൽഫയുമായിട്ട് കമ്പയർ ചെയ്യുക. ഇഫ് എഫ് ലൈസ് ഇൻ ക്രിട്ടിക്കൽ റീജിയൻ ദെൻ ആക്സെപ്റ്റ് H0, അതർവൈസ് റിജക്ട് H0. അതൊക്കെ നമ്മുടെ പഴയ പോലെ തന്നെ. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴാണ് ഓരോ ടെസ്റ്റുകൾ പഠിക്കുമ്പോഴും അത് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എഫ് ടെസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് കമ്പാരിസൺ ഓഫ് വാരിയൻസ് വരുമ്പോഴാണ്. രണ്ട് പോപ്പുലേഷൻസ് തന്ന് അതിൻ്റെ വാരിയൻസ് കമ്പയർ ചെയ്യുമ്പോഴാണ് വി ഹാവ് ടു യൂസ് എഫ് ടെസ്റ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിറ്റുവേഷൻ ഏതാന്നുള്ളത് പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രോബ്ലം എക്സാം പേപ്പറിലെ പ്രോബ്ലംസ് കാണുമ്പോൾ നമുക്കറിയില്ല അത് ഏത് ടെസ്റ്റ് യൂസ് ചെയ്ത് ചെയ്യണമെന്ന്. അപ്പോൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ഏത് ടെസ്റ്റാണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടാണ്, സാമ്പിൾ സൈസസ് ഓഫ് 10 and 18 taken from two normal populations give S1 is equal to 14 and S2 is equal to 20. Test the hypothesis that the samples have come from population with the same standard deviation. രണ്ട് സാമ്പിൾസുകൾ തന്നിട്ടുണ്ട്, അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് സാമ്പിൾസും വാരിയൻസ് സെയിം ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ, രണ്ട് പോപ്പുലേഷനിൽ നിന്നാണോ വന്നിട്ടുള്ളത് എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ given that N1 S1 and also N2 S2. ഓക്കെ, ഇനി നമ്മൾ ആദ്യം തന്നെ ഏറ്റവും ആദ്യം ഇങ്ങനെ എഫ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് N1 S1 സ്ക്വയർ ബൈ N1 മൈനസ് 1ഉം അതുപോലെ തന്നെ N2 S2 സ്ക്വയർ ബൈ N2 മൈനസ് 1ഉം ആണ്. എന്നാൽ മാത്രമാണ് ഏത് ആദ്യത്തെ എടുക്കണം ഏത് രണ്ടാമത്തെ എടുക്കണം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് 10 ഇൻറ്റു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 14 അല്ലേ, 14 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 9 വന്നു. ഇവിടുത്തെ കേസിൽ 18 ഇൻറ്റു 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 18 മൈനസ് 1 ദാറ്റ് ഈസ് 17. അപ്പോൾ ഇതിൻ്റെ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടുന്നത് 217.77 ആണ്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും 423.52 കണ്ടു. അപ്പോൾ നമ്മൾ എടുത്തത് തെറ്റിപ്പോയിട്ടുണ്ട്. ന്യൂമറേറ്റർ എടുക്കേണ്ടത് എങ്ങനെയാണ്, ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ വേണം ന്യൂമറേറ്റർ ആയിട്ട് എടുക്കാൻ. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് ഇയാളെയാണ് ന്യൂമറേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എഴുതുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ശ്രദ്ധിച്ച് എഴുതുക, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ആ 1നെയും 2നെയും എക്സ്ചേഞ്ച് ചെയ്യുക. അതായത് N1നെ 18 ആയിട്ടും N2 10 ആയിട്ടും എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ തിരിച്ചാണ് ചെയ്യുന്നത്. H0 ഞാൻ മാറ്റാൻ പോകുന്നില്ല. ഓക്കെ, അതൊന്നും മനസ്സിലാക്കുക, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ H0 എന്താണ് എഴുതേണ്ടത്, σ1 സ്ക്വയർ ഇസ് ഈക്വൽ ടു σ2 സ്ക്വയർ. അപ്പോൾ നമ്മൾ എഴുതുന്നത് σ2 സ്ക്വയർ ഇസ് ഈക്വൽ ടു σ1 സ്ക്വയർ എന്നാണ്. H1 എഴുതേണ്ടതും കണ്ടു, ഇത് വലുതും ഇത് ചെറുതുമായിട്ട് തന്നെ എഴുതണം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങളിവിടെ പഠിച്ചിട്ടുള്ളതിൽ σ1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ σ2 സ്ക്വയർ എന്നാണ്. പക്ഷേ അവിടുത്തെ സിറ്റുവേഷനിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആയിരുന്നു. നമ്മളിവിടെ എടുത്തപ്പോൾ 2ൻ്റെ വരുന്നതാണ്, സെക്കൻഡ് സാമ്പിളിലാണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ അയാളെ വേണം ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാനായിട്ട്. സോ വി ഹാവ് ടു റൈറ്റ് ദ H1 ആസ് σ2 സ്ക്വയർ ഗ്രേറ്റർ ദാൻ σ1 സ്ക്വയർ. അതാ ഞാൻ പറഞ്ഞത്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രോബ്ലം തുടങ്ങുമ്പോൾ തന്നെ മൊത്തത്തിൽ മാറ്റുക. അതായത് ഈ 1 കൊടുക്കണതിന് പകരം ഇവിടെ 2 കൊടുക്കുക. സാമ്പിളിൻ്റെ പേര് ഇവിടെ N1 എന്നുള്ളതിന് പകരം N2 ഈക്വൽ ടു 10, N1 ഈസ് ഈക്വൽ ടു 18, S2 ഈസ് ഈക്വൽ ടു 14, S1 ഈസ് ഈക്വൽ ടു 20 എന്ന് വെച്ചിട്ട് എഴുതി പോവാം. പക്ഷേ ഒരു പ്രോബ്ലം എഴുതുമ്പോൾ നമുക്ക് അറിയില്ല ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത്, നമുക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് തിരുത്താൻ പോകുന്നില്ല, ഇത് വെച്ചിട്ട് തന്നെ ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ആൽഫ ഇവിടെ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ല.
I have to choose alpha as 0.05. So the best critical region is omega is equivalent to f greater than f alpha. അപ്പോൾ ഇവിടെ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ന്യൂമറേറ്ററിന്റെ കോമ ഡിനോമിനേറ്ററിന്റെ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് ആരാണ്? ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ, ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ വരുന്നത് അല്ലേ. ഗ്രേറ്റർ ടേം ന്യൂമറേറ്റർ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട്. സോ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n2 - 1 ഈസ്, ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക n2 - 1, n1 - 1 ആണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി 17,9. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ആലോചിക്കുക. ഇവിടെ ഈ ഒരു ടേമിൽ വന്ന വ്യത്യാസമാണ്, അതുകൊണ്ടാണ് 2 ഒക്കെ ആദ്യമായിട്ട് ഞാൻ എഴുതിയത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ എഫ് ടേബിൾ നോക്കുക. എഫ് ടേബിൾ ഇതാണ് നമ്മുടെ എഫ് ടേബിൾ എന്ന് പറയുന്നത്. വിത്ത് 0.05 ആണ് ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതിയിട്ടുള്ളത്. 5% പോയിന്റ് ഓഫ് ദ എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ 17ഉം 9ഉം ആണ് അല്ലേ. അപ്പോൾ ആരെയാണ് ആദ്യം എടുക്കേണ്ടത്? ന്യൂമറേറ്ററിൻ്റെ ഇത് ഇവിടെ വരണം, അതുപോലെ തന്നെ ഡിനോമിനേറ്റർ ഇവിടെ വരുന്ന രീതിയിൽ. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഇവിടെ വരണം, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ഇങ്ങനെയും വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂമറേറ്റർ, ഇവിടെ ഡിനോമിനേറ്റർ. സോ 17,9. അപ്പോൾ 17 എന്ന് പറയുമ്പോൾ കറക്റ്റ് 17 ഒന്നും ഇവിടെ ഇല്ല അല്ലേ, 12 ഒക്കെ ഉള്ളൂ. അപ്പോൾ 12ൻ്റെ ഏകദേശം നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ 12 അല്ലേ കുറച്ചും കൂടി 17 അടുത്ത് കിടക്കുന്നത്. പിന്നെ വരുന്നത് 9. അപ്പോൾ ഇവിടെ 9 കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ 3.037 ആണ് എനിക്ക് കിട്ടിയത്. 3.037 കണ്ടോ. അതായത് എനിക്ക് 17 ഇല്ല ഇവിടെ നോക്കുമ്പോൾ, 17 എന്ന് പറയുന്ന പർട്ടിക്കുലർ വാല്യൂ ഇല്ല. നിങ്ങൾ ശരിക്കും വലിയൊരു ടേബിളൊക്കെ ഉണ്ട്. നമ്മൾ പ്രോബ്ലമാറ്റിക്കലി ഇപ്പോൾ നമ്മളൊരു ഡിഗ്രി ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ഈ ടേബിൾ യൂസ് ചെയ്താൽ മതി. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിനും വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് ചെയ്താൽ മതി. ഇവിടെ 17 ഇല്ലാത്തതുകൊണ്ട് 24നേക്കാട്ടിലും കുറച്ചും കൂടി അടുത്ത് കിടക്കുന്നത് 12 ആണ്. അപ്പോൾ ഞാൻ 12ൽ നോക്കി 9ന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കി, ഐ ഗെറ്റ് ദ വാല്യൂ 3.073. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഫ് ആൽഫയായിട്ട് എടുക്കുന്നത് 3.073 ആണ് എഫ് ആൽഫയായിട്ട് എനിക്ക് വന്നത്. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിഗ്രീസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 വരുന്ന എഫ് ടേബിൾ നോക്കിയിട്ട് 17,9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഞാൻ ചെക്ക് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് എഫ് ആൽഫ കിട്ടിയത്. ഓക്കെ, ഇനി എന്ത് വേണം? എഫിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എഫ് ഇസ് ഈക്വൽ ടു ഏറ്റവും ആദ്യം എന്ത് എഴുതണം? ഇക്വേഷൻ എഴുതണം. അതിനുശേഷം മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പാടുള്ളൂ. s2 ഡിവൈഡഡ് ബൈ n2 - 1. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ വാല്യൂസ് ഓൾറെഡി നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് വെറുതെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. 423.52 ഡിവൈഡഡ് ബൈ 217.77. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ തിരിച്ച് വേണം എഴുതാൻ, കാരണം ഞാൻ ഇവിടെ എഴുത്തതിൽ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് തിരിച്ച് വേണം എഴുതാൻ. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാനിവിടെ ആദ്യമേ തിരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ വരികയായിരുന്നില്ല. ഇവിടെ ഞാനത് മാറ്റാതെ തന്നെ n2നെ ന്യൂമറേറ്റർ ആക്കി എടുത്തിട്ട് തന്നെ ഞാനിവിടെ പ്രോബ്ലംസ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് n1 വെച്ചിട്ടുള്ളത് വേണം ഡിനോമിനേറ്റർ എഴുതുമ്പോൾ എഴുതാൻ. n2 വെച്ചിട്ടുള്ളത് ന്യൂമറേറ്ററിലും n1s1² ഡിവൈഡഡ് ബൈ n1 - 1. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് 1.944 ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഞാൻ ക്രിട്ടിക്കൽ റീജിയൻ്റെ കേസിൽ ചെക്ക് ചെയ്ത് നോക്കുക. 1.944 ഈസ് ഗ്രേറ്റർ ദാൻ 3.073. ഇസ് ഇറ്റ് ട്രൂ? അല്ല അല്ലേ. അതായത് എഫ് ഡസ് not lies in the critical region. So we have to accept H0. അതാണ് അവിടെ വരുന്നത്, accept H0. അതായത് ഈ രണ്ട് പോപ്പുലേഷൻസിൻ്റെയും വാരിയൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതാണ് നമ്മുടെ H0. അതിനെ ആക്സെപ്റ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ എഴുതുമ്പോൾ അവസാനം അതും കൂടി സ്പെസിഫൈ ചെയ്യണം. We have to accept as not that is the two populations are taken from have same standard deviation എന്നും കൂടി അവിടെ എഴുതി ചേർക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എഫ് ടെസ്റ്റിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ ചില സമയത്ത് ഇതേപോലെ ഡയറക്റ്റ്ലി S1ഉം S2ഉം തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ സ്മോൾ സാമ്പിൾസ് ആകുമ്പോൾ അത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. what is S1, എന്താണ് S1 വരുന്നത് എന്ന് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഉപയോഗിച്ച് എക്സുകളും വൈകളും ആവും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് ഉപയോഗിച്ച് S1ഉം S2ഉം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.